പ്രവാസികള് കൊടയുമായിട്ട് പോകാറുണ്ട്. അങ്ങനെ പോയി അവിടെ സിയാറത്ത് ചെയ്ത് വരുമ്പോ കൊട ചൂടിയിട്ടാണ് വരാറുള്ളത്. പെട്ടെന്ന് തന്നെ ഫലം കിട്ടുന്ന ഒരു മക്ബറയാണ് മഹാനായ ചേരമാൻ പെരുമാൾ തങ്ങളെ മക്ബറ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ പോകുന്നത് മഹാനായ സ്വാഹിബുൽ ഷെയ്ഖ് റിഫായി തങ്ങളെ മുരീദന്മാരുള്ള 3 മുരീദന്മാരുടെ മക്ബറയിലേക്കാണ്. സ്വാഹിബുൽ ഹദറ റിഫാഹി ഷെയ്ഖ് തങ്ങളെ 3 മുരീദന്മാർ. അവര് അവിടെ ത്വരീഖത്ത് പ്രചരണാർത്ഥം സലാലിലേക്ക് വരികയും കടൽമാർഗം സലാലിൽ വന്ന് പിന്നീട് ഇവിടെ മരണപ്പെടുകയും ചെയ്ത 3 മുരീദന്മാരാണ്. ഇൻഷാ അല്ലാഹ് അവിടത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു 5 മിനിറ്റേ ഉള്ളൂ നമ്മുടെ മക്ബറയുടെ അടുത്തെത്താൻ. പോകുന്ന വഴിയിൽ നിങ്ങൾക്ക് അൽബലീദ് ആർക്കിയോളജിക്കൽ പാർക്കും കാണാൻ പറ്റും. മ്യൂസിയം ഒക്കെ ഉണ്ട് അവിടെ. മ്യൂസിയത്തിൽ ചരിത്ര സംഭവങ്ങൾ, ഇവിടുത്തെ പല പുരാതന ചരിത്ര കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയും. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇവിടുത്തെ രാജാവിന് എഴുതിയ കത്ത്, മുസ്ലിം ആകണം എന്ന് പറഞ്ഞ കത്ത് ആ മ്യൂസിയത്തിലുണ്ട്. നമുക്കിപ്പോൾ അങ്ങോട്ടേക്ക് മ്യൂസിയത്തിലേക്ക് പോകാൻ സമയക്കുറവ് കാരണം അങ്ങോട്ടേക്ക് നമ്മൾ പോകുന്നില്ല. ഇൻഷാ അല്ലാഹ് പിന്നീട് നിങ്ങൾ സലാലിലേക്ക് വരുമ്പോൾ ആ മ്യൂസിയം സന്ദർശിക്കുക. അതോടൊപ്പം തന്നെ അതിന്റെ തൊട്ടടുത്ത് അൽബലീദ് ആർക്കിയോളജിക്കൽ പാർക്ക്, പഴയകാല തുറമുഖമാണ്. ഇവിടെ കുന്തിരിക്ക വ്യാപാരം, സലാലിൽ ഒരുപാട് കുന്തിരിക്ക മരങ്ങളുണ്ട്. ഇവിടെ നിന്ന് കയറ്റുമതിയും ചെയ്യപ്പെടുന്നുണ്ട്. കുന്തിരിക്ക വ്യാപാരം നടത്തി പ്രസിദ്ധമായ ഒരു പോർട്ടാണ്, ഒരു തുറമുഖമാണ് അൽബലീദ് എന്ന് പറയുന്ന ആ ഒരു തുറമുഖം. അവിടെ ചില ചരിത്ര ശേഷിപ്പുകൾ, പഴയകാല കെട്ടിടങ്ങള് അതൊക്കെ അവിടെ മ്യൂസിയമായിട്ട് അവിടെ നിലനിർത്തിയിട്ടുണ്ട്. പള്ളികള്, അതുമായി പള്ളിയുടെ അവശിഷ്ടങ്ങള്, അങ്ങനെ ഒരുപാട് ശേഷിപ്പുകൾ അവിടെ ഉള്ള ഒരു ഏരിയയും കൂടിയാണ്. യുനെസ്കോന്റെ പൈതൃക പട്ടികയിൽപ്പെട്ട സ്ഥലം കൂടിയാണ്. ആ സ്ഥലം കാണിച്ച് പലരും ലൂത്ത് നബിന്റെ പിന്നെ ജനസമൂഹത്തെ അട്ടിമറിക്കപ്പെട്ട സ്ഥലം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് അങ്ങനെ ഒരു സ്ഥലം ഇല്ല. അവിടെ കൃത്യമായിട്ട് ഇവിടുത്തെ ടൂറിസ്റ്റ് മാപ്പിൽ തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് അവിടെ ഇവിടുത്തെ ഔക്കാഫിന്റെ ഇതിൽ തന്നെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയ വിഷയം കൂടിയാണ്. പിന്നെ ആദ്യ സമൂഹത്തിന്റെ ചില ശേഷിപ്പുകള് ഇവിടെ സലാലയിൽ നിന്ന് ഏകദേശം 173 കിലോമീറ്റർ അകലെ അവിടെ ചില അവർ ഉപയോഗിച്ച കിണറുകള്, അവരുണ്ടാക്കിയ ത്രികോണാകൃതിയിലുള്ള കല്ലുകൾ, അങ്ങനെ പല ശേഷിപ്പുകളുണ്ട്.